കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് സർ? റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. പുരിയില്ല സാർ. ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ദോശ, പുട്ട്, കടല അങ്ങനൊന്നും വേണ്ട. ഈ മദാമ്മമാരെന്താ കഴിക്കുക, അത് കൊണ്ടുപോവാ. എനിക്ക് പുരിയില്ല സർ. ബ്രെഡ് ടോസ്റ്റ് ബുൾസൈ. യെസ് ഡ്രിങ്ക് ചെയ്തത് വേണമോ സർ? യെസ് യെസ്. ഓറഞ്ച് ജ്യൂസ്. യെസ്. ടീ ഓർ കോഫി? ടീ, കോഫി നോ. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ജ്യൂസ് എല്ലാം കൊണ്ടുപോവാ. താങ്ക് യു സർ. I'm sorry, uncle. I spoiled your dress. My goodness. Don't be angry, uncle. Shall I take it? I will wash it and bring. Okay? Okay. Then give it to me. Yes. Give it to me, uncle. Okay. Don't you get me? Okay. What okay? ഇത് വലിയ കുരിശായല്ലോ ഭഗവാനെ. അങ്കിൾ മലയാളിയാണോ? അതെ, മോള് മലയാളിയാണല്ലേ? അതെ. അങ്കിളിന് ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, പക്ഷെ ഞാൻ സംസാരിക്കില്ല. അതെന്താ? ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ്. ഇംഗ്ലീഷുകാരാണല്ലോ ഇന്ത്യ ഭരിച്ചത്, നമ്മളെ അടിമകളാക്കി. ആ വെറുപ്പാണ് എനിക്ക്. പക്ഷേ അങ്കിൾ എസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇംഗ്ലീഷ് ആണോ? പിന്നെ അത് മലയാളമാണോ? നീന, നീ കുസൃതി വല്ലതും ഒപ്പിച്ചോ? ഒപ്പിച്ചതല്ല ഡാഡി, അറിയാതെ പറ്റിപ്പോയതാ. പന്ത് വന്ന് ബോട്ടിൽ തട്ടിയപ്പോൾ അങ്കിളുടെ കുറച്ച് സ്പോയിലായി. ഓ സോറി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വാൺ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാനാ, കുറുമ്പിച്ചിരി കൂടുതലാ. സോറി. ഏത് ഭാഷക്കാരനാണെന്ന് അറിയാതെ ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ആർ യു മലയാളി? യെസ് ഡാഡി, ബട്ട് അങ്കിൾ ഡസ് നോട്ട് ലൈക്ക് ഇംഗ്ലീഷ്. ഈസ് ഇറ്റ്? നോ. പിന്നെ ഞാൻ ചുമ്മാ കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ എവിടെയുമല്ല, ലോങ് ബാക്ക്. ഓ സോറി, ഇംഗ്ലീഷ് വേണ്ടല്ലോ. ഞങ്ങൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത പാർട്ടീസാ. എന്താ പേര്? എന്റെ പേര് സത്യവ്രതൻ. നീന? മാട്ടുങ്കൽ സത്യവ്രതൻ. ഞാൻ ഈ ഹോട്ടലും സ്ഥലവും വിലക്ക് വാങ്ങാൻ വന്ന. ആണോ അങ്കിൾ? ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അങ്കിൾ ഇത് വിലക്ക് വാങ്ങിച്ചാൽ നമുക്ക് എപ്പോഴും ഇവിടെ ഒന്ന് താമസിക്കാം, അല്ലേ ഡാഡി? ഷുവർ. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? അല്ലാതെ പറ്റുമോ? മുതലാളി സ്ഥലത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ താമസിക്കുക. ഞാൻ ആ പാർക്കിൽ കളിക്കാൻ പോട്ടെ ഡാഡി? ഓക്കെ. ദൂരെ എങ്ങും പോയി കളയരുത്. ഓക്കേ ഡാഡി. ഇവിടെ വന്നേ പിന്നെയാണ് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടും കിട്ടിയത്. കോടികളും ലക്ഷങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം, മനസ്സമാധാനമില്ലെങ്കിൽ? കോടികളോ? എവിടെ? ശരിയാണ്, ഈ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട്, പക്ഷെ മനസ്സമാധാനം ഇല്ല. എന്തു പറ്റി? അത് പിന്നെ പറയാം. നിങ്ങൾക്ക് എന്താ മനസ്സമാധാനം ഇല്ലാത്തത്? 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചു. ആൾമറ കെട്ടാത്ത കിണറായിരുന്നോ? അല്ല, അബദ്ധത്തിൽ പറ്റിയതാണ്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആര്? ഭാര്യ. അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഇനി നിങ്ങളെങ്കിലും വീഴാതെ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ഞാൻ വീണ് കഴിഞ്ഞു മിസ്റ്റർ സത്യവ്രതൻ. എപ്പോ? ഒരു മാറാരോഗത്തിന്റെ കിണറ്റിലാണ് ഞാൻ വീണത്. മനസ്സിലായില്ല. ബ്ലഡ് ക്യാൻസർ ആണ് എനിക്ക്. ഏത് നിമിഷവും മരിക്കാം. കൊച്ചിനെ അറിയിച്ചിട്ടില്ല. ഞാൻ പോയാ എന്റെ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ട് എന്റെ മകൾ വഴിയാധാരമാകുമോന്നാ എന്റെ ഭയം. തികച്ചും ന്യായമായ ഒരു ഭയമാണത്.